കെ ശ്രീയാന്റെ ക്വസ്റ്റ്യൻ കഠിന വിമർശനമാണോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഞാനിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ശബരിമലയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്താണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം? ഇപ്പോൾ ഈ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദം വന്നതിന് ശേഷം ശബരിമലയിൽ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനും റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറല്ല. റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ അത് നടപ്പിലാക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ ഓവറോൾ ചെയ്യണമെങ്കിൽ, അതിൻ്റെ മേലെ പ്രവർത്തിക്കണമെങ്കിൽ ആര് വരണം? സർക്കാർ വരണം. സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഇടപെടണം. ഇടപെടുന്ന സർക്കാരിന് ഇപ്പോൾ ഇടപെടാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ 10-ാം തീയതി തുടങ്ങിയിട്ട് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. അതിന് ഇടപെടണമെങ്കിൽ ദേവസ്വം മന്ത്രി ഇടപെടണം. ദേവസ്വം മന്ത്രി ഇടപെടണമെങ്കിൽ ദേവസ്വം മന്ത്രി എന്ത് ചെയ്യണം? ഈ പറയുന്ന പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിതിൽ നിന്ന് ഇളവ് തരണം എന്ന് പറഞ്ഞിട്ട് ആരെ സമീപിക്കുക? ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുക. ഇലക്ഷൻ കമ്മീഷനെ സർക്കാർ സമീപിച്ചല്ലോ. ഇലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുത്തില്ലോ. ശബരിമലയിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. അതോടുകൂടി സർക്കാരില്ല. ഇപ്പോൾ ആരാണ് കേരളത്തെ ഭരിക്കുന്നതെന്നറിയോ? ഇപ്പോൾ കേരളത്തെ ഭരിക്കുന്നത്, നടപ്പിലാക്കേണ്ടത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കാര്യം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ടു. തിരക്കനുഭവപ്പെട്ട എന്താണ്? മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷമല്ലേ? അതിന് മുന്നേ തന്നെ പെരുമാറ്റച്ചട്ടം വന്നല്ലോ. മന്ത്രിക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമോ? നടപ്പിലാക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. 50,000 ആൾ വന്നിടത്ത് 2 ലക്ഷം ആൾക്കാരാണുള്ളത്. 2 ലക്ഷം ആൾക്കാരെന്ന് പറയുന്നത് 10,000 സ്പോട്ട് ബുക്കിംഗ് ഉള്ളിടത്ത് 20,000 സ്പോട്ട് ബുക്കിംഗ് ആണ്. 20,000 സ്പോട്ട് ബുക്കിങ്ങിൻ്റെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ പ്രാവശ്യമല്ല 10,000 ആൾക്കാർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുകയും വരുന്നവരെല്ലാവരും സ്പോട്ട് ബുക്കിംഗ് നടത്തി കയറ്റി വിടുന്നൊരു നിലപാടുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 വർഷമായിട്ട് ശീലിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവിടെ വന്നാൽ എങ്ങനെയും കയറിപ്പോവാം എന്ന് വിചാരിച്ചിട്ട് വലിയ രീതിയിൽ ജനങ്ങൾ അങ്ങോട്ട് വരികയാണ്. അവിടെ ചെന്ന് ഇപ്പോൾ 20,000 എന്നുള്ളത് ജിമ്മി സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എവിടെ തടയാനാണ്? 5,000 കുറച്ചാൽ ഓടിയും തടയാൻ കഴിയില്ല. കാരണം റോട്ടിൽ തടയാൻ പറ്റുമോ? ഈ ആന്ധ്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്നവരെ എവിടുന്ന്? അവിടെ നിന്നൊക്കെ ഓൾറെഡി പുറപ്പെട്ടു. അവർക്കൊന്നും മലയാളം അറിയില്ല. ഇവിടെ നമ്മൾ മലയാളത്തിൽ വാർത്ത കൊടുത്താൽ പോലും ഒരു ഇംഗ്ലീഷ് മാധ്യമം പോലും ഇത് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് എന്താണ്? ഒരു ഹിന്ദി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ തിരക്കാണെന്നും ഇവിടെ പ്രശ്നങ്ങളാണെന്നും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സാധാരണ എന്താണ്? ഒരു മണ്ഡലകാലം വരുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രീഫിംഗ് നടക്കും. ഇന്നതാണ് നടക്കാൻ പോകുന്നത്, ഇന്നതാണ്. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ഇപ്പം എന്താണ് ചർച്ച കൊണ്ട് നിർത്തിയത്? ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയിൽ കൊണ്ട് അവസാനിപ്പിച്ചു. സ്വർണ്ണക്കൊള്ള എന്താ? ശബരിമല മുഴുവൻ എന്താ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ചർച്ച അവസാനിപ്പിക്കും. ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ ആരുമില്ല. ഇപ്പം അതാണ് സംഭവിക്കുന്നത്. അല്ല, ഞാൻ പറയും ഇന്ന് ഹൈക്കോടതി പെരുമാറ്റച്ചട്ടത്തിന്റെ ദിവസം പ്രശ്നം എന്താ? അനധികൃതമായ തിരക്ക് വന്നിട്ടുണ്ട്. അവിടെ വലിയ രീതിയിൽ ജനങ്ങൾ വന്നു. ഇവരെ ആരാണ് തടയുക? ഇന്നലെ വന്ന ജയകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണോ തടയേണ്ടത്? അല്ലെങ്കിൽ പ്രസിഡന്റാണോ തടയേണ്ടത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ വന്ന് കയറിയിട്ടേ ഉള്ളൂ. കയറുമ്പോൾ എന്താണ്? ഒരു രാഷ്ട്രീയ പിൻബലമുള്ള സമയത്താണെങ്കിൽ, രാഷ്ട്രീയ സർക്കാർ ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, അദ്ദേഹം കയറുന്നതിന് മുൻപ് ഇറങ്ങിയ ഒരാളുണ്ട്. എന്ത് ചെയ്തിട്ടാ ഇറങ്ങിയത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുജിയ. പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്ത് ചെയ്ത് വെച്ചിട്ടാ ഇറങ്ങിയത്? പെരുമാറ്റച്ചട്ടം ഉദ്യോഗസ്ഥരുടെ ബാധകമല്ല. ഉദ്യോഗസ്ഥരുടെ ബാധകമല്ല. മന്ത്രിയല്ല യോഗം വിളിക്കാൻ പറ്റില്ല. നമ്മൾ കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ റിയാലിറ്റി ഇതാണ്. മന്ത്രി അത്ഭുതം കാണിക്കാനാണ്. നിങ്ങൾ സർക്കാരിന്റെ മന്ത്രിയല്ല ഇതൊന്നും ചെയ്യേണ്ടത്. അനിയന്ത്രിതമായ തിരക്ക് വന്നു. 2 ലക്ഷം ആൾക്കാർ വന്നു. 50,000 ആൾക്കാർ. മന്ത്രിയാണോ നിർദ്ദേശം കൊടുക്കുന്നത്? എല്ലാ പ്രാവശ്യം ശബരിമലയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ദേവസ്വം മന്ത്രിയെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തിനാ ദേവസ്വം മന്ത്രിക്ക് ഉന്നാലെ യോഗം വിളിക്കാൻ പറ്റില്ല. അത് മാത്രമാണ് ഇപ്പോൾ പറ്റാത്തത്. അവിടെ പ്രശ്നമുണ്ട്. എന്തിനാ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഉന്നതതല യോഗം വിളിക്കാൻ വേണ്ടി അനുമതി കൊടുത്തതിന് വേണ്ടിയിട്ടാ? കൊടുത്തെന്ന് പറഞ്ഞാൽ ആ യോഗത്തിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട്. അവിടെ ദേവസ്വം കമ്മീഷണറെ വിളിക്കണം, അവിടെ ദേവസ്വം പ്രസിഡന്റിനെ വിളിക്കണം, അവിടുത്തെ MVDനെയും മറ്റുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ജിമ്മി സാർ പറഞ്ഞല്ലോ, റോഡുകളിൽ ഇതടിക്കാൻ പോലും ആൾക്കാരില്ല. അവിടെ സംവിധാനം ഉണ്ടെങ്കിൽ പറയും ഇന്നയാൾ. അതെന്താണ് ഞാൻ പറയുന്നത്? ഒരു ഉദ്യോഗസ്ഥർ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാന്നേ. ഉദ്യോഗസ്ഥൻ്റെ മിനിറ്റ്സിൽ ഒപ്പിട്ടാൽ അവൻ കുടുങ്ങി. ഒരു സാധനം ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞ പോയിന്റ് 50 കാര്യം എന്താ അറിയോ? 50 ലക്ഷം രൂപ MVD വണ്ടികൾക്ക് പെട്രോൾ സർക്കാരിനെ കൊണ്ട് പറ്റില്ല. പിന്നെ പറഞ്ഞ അവസാനിപ്പിച്ചെന്താ? ഇവിടെ വെച്ച് ഒരു പ്രധാനപ്പെട്ട ആണി ഇളകി പോയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ആണി എന്ന് പറയുന്നത് സർക്കാർ സംവിധാനങ്ങളാന്നേ. സർക്കാർ ഇത്രയും സംവിധാനം 1 ലക്ഷം ആൾക്കാർ 2 ലക്ഷം ആൾക്കാർ ഒരു ദിവസം വരുന്ന ശബരിമലയിൽ ഇത്രയും വലിയ ഒരു സംവിധാനം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണമായിരുന്നു. കാരണം ഇവിടെ നിങ്ങൾ ഇന്നലെ ജിമ്മി സാർ പറഞ്ഞല്ലോ എന്താ അയ്യപ്പ വായിക്കൊണ്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആര്? സർക്കാർ ഏറ്റെടുക്കുമോ? ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുമോ?
ആരും ഏറ്റെടുക്കാൻ പോയില്ല. ഇപ്പൊ ചെയ്യേണ്ട തയ്യാറെടുപ്പല്ല സാർ. ദേവസ്വം ബോർഡിന്റെ തലയിൽ കെട്ടിവെച്ച് കൂരാ. ഇപ്പൊ എന്താ ഇപ്പൊ എടുക്കേണ്ട തയ്യാറെടുപ്പല്ലെന്നേ, 6 മാസം മുമ്പെങ്കിലും എടുക്കേണ്ടതാണ്. സാധാരണ വന്നുകൊണ്ടിരിക്കുന്നതിനേക്കാളും നേരെ ഡബിൾ ആൾക്കാർ വന്നു. അതാരും പ്രതീക്ഷിക്കുന്നതല്ലോ. ഇപ്പൊ ഒരു 50,000 ആൾക്കാർ വന്നിടത്ത് ഒരു ദിവസം അവിടെ ഉണ്ടാകുന്നത് 2 ലക്ഷം ആൾക്കാരാണ്. 30,000 35,000 ആൾ സ്പോട്ട് ബുക്കിങ്ങിന് വരും. എത്രയാണ് വന്നുകൊണ്ടിരുന്നത്? 10,000 ആണ്. വെർച്വൽ ബുക്കിംഗ് അറിയാലോ, ഇത്ര പേര് വരുന്നില്ല, അറിയാലോ. നിയന്ത്രിതമാണ്. അതിലൊരു കണക്കുണ്ടല്ലോ, ആ കണക്കിനനുസരിച്ച് അവരെ കൃത്യമായി അതാണല്ലോ IG ശ്രീജിത്ത് പറയുന്നത്, അല്ലെങ്കിൽ ADGP ശ്രീജിത്ത് പറയുന്നത്. എന്താണ് അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞ വെർച്വൽ ബുക്കിങ്ങിൽ വരുന്ന ആൾക്കാർ മാത്രം വരികയാണെങ്കിൽ സുഗമമായ അയ്യപ്പ ദർശനം നടത്തി തിരിച്ചു വിടാൻ വേണ്ടി കഴിയും. ഇതങ്ങനെയല്ല. ഇവിടെ എന്താണ് 20,000 പേര് സ്പോട്ട് ബുക്കിങ്ങിന് വരുന്നതിനേക്കാളും കൂടുതൽ 20,000 50,000 ആൾ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി വരികയാണ്. അതിന് കാരണം എന്താ? അതിന് കാരണം അവിടെ വന്നാൽ ഇപ്പം ഇന്നും പറയുന്നൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? ശബരി വരുന്നവരെ മാക്സിമം കയറ്റി വിടാൻ വേണ്ടി ശ്രമിക്കും. അയ്യപ്പ ദർശനം നടത്താതെ ആർക്കും തിരിച്ചു പോകേണ്ടി അങ്ങനെയല്ല പറയേണ്ടത്. നിങ്ങൾ പ്രോപ്പറായി ബുക്ക് ചെയ്യാതെ, നിങ്ങൾ പ്രോപ്പറായി വരാത്ത ആൾക്ക് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? 20,000 ആൾക്കാർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, എന്ത് വെർച്വൽ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. വെർച്വൽ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. വെർച്വൽ ബുക്കിംഗ് കൊടുത്ത് 75,000 അല്ലേ? 80,000 വെർച്വൽ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുന്നതെന്ന്. സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായിട്ട് നിലനിർത്തുക. എന്നിട്ട് 1,25,000 1,20,000 മാത്രം മതി എന്ന് പറയാം. സ്പോട്ട് ബുക്ക് ചെയ്യുന്നവരല്ല, വെർച്വൽ ബുക്കിംഗ് നടത്തുന്നവർ മാത്രം വന്നാൽ മതി എന്നല്ലേ തീരുമാനിക്കേണ്ടത്? എന്തിനാ അവിടെ ഒരു സ്പോട്ട് ബുക്കിംഗ് എവിടെ തീരുമാനം വന്നു? അല്ല, എവിടുന്നായാലും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പറയുന്നത് അതിന് പകരം നിങ്ങൾ യാത്ര പുറപ്പെട്ടതിന് ശേഷം സ്പോട്ട് ബുക്കിംഗ് വേണ്ട, 5,000 കുറച്ച് ഈ പുറപ്പെട്ടവർ മുഴുവൻ ഏത് ശബരിമലയിലേക്ക് കെട്ടുതറച്ച് ശബരിമല കയറാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആൾക്ക് ശബരിമല ദർശനം നടത്താൻ തിരിച്ചു പോകാൻ കഴിയുമോ? ഇത് ആചാരമല്ല. ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ശബരിമല ദർശനം കാണാൻ തിരിച്ച് വീട്ടിൽ കയറാൻ കഴിയുമോ? ഇവരെവിടെയാണ് കിടക്കുക? എന്തൊരു ലോജിക്കില്ലാത്ത വർത്താനാണ്. നിങ്ങൾ 15,000 20,000 എന്നുള്ളത് 5,000 ആക്കി കുറച്ചോളൂ. അപ്പോൾ ഈ 5,000 ആളെ എവിടെ കൊണ്ടുപോകും? 10 ദിവസം റോട്ടിൽ കിടക്കുമോ? 8 ദിവസം റോട്ടിൽ കിടക്കുമോ? സാധാരണ ജനങ്ങളല്ലേ വരുന്നത്. എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യും? പക്ഷെ എന്താ തീരുമാനം എടുക്കേണ്ടത്? എന്താ ബുദ്ധിപൂർവമായ തീരുമാനം എന്താണ്? ഇവിടെ വെർച്വൽ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ 80,000 എന്നുള്ളത് നിങ്ങൾ 20,000 കൂടി 1 ലക്ഷം ആക്കി വെർച്വൽ ബുക്കിംഗ് ആക്കൂ. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാളെ തുടങ്ങി ഒരു 3 ദിവസം സമയം കൊടുക്കുക, അല്ലെങ്കിൽ 4 ദിവസം സമയം കൊടുക്കുക. 4 ദിവസത്തിന് അപ്പുറത്തേക്ക് ശേഷം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഈ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ തീരുമാനിക്കുക? എന്നിട്ട് ഇവിടെ വന്ന ആൾക്കാരുണ്ടല്ലോ, വന്ന ആൾക്കാരെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പമ്പയിൽ തടയുക, നിങ്ങൾ താഴെ നിലയ്ക്കൽ തടയുക, പമ്പയിൽ തടയുക, കോട്ടയത്ത് തടയുക, ആലപ്പുഴ തടയുക, അങ്ങോട്ട് പോകുന്ന വഴികളിൽ തടഞ്ഞിട്ട് അവിടേക്ക് എത്താതെ സംവിധാനമാക്കുക. അവിടെ എത്തിക്കുന്ന സംവിധാനമാക്കുക. നിങ്ങൾ അവിടെ ചെന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇത്ര ആൾക്കാർക്ക് അവിടുത്തെ കയറാൻ കഴിയുള്ളൂ. ജനങ്ങളെ ബോധവൽക്കരിക്കുക. അറ്റ്ലീസ്റ്റ് വൃത്തിയായ രീതിയിൽ പത്രസമ്മേളനങ്ങൾ നടത്തുക. ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകണ്ടേ? എന്ത് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്? ഒരു പത്രസമ്മേളനം. ശബരിമലയിൽ എന്താ നടക്കുന്നത്? കോടതി നടത്തുന്നുണ്ടോ? കോടതി നടത്തില്ല. കോടതി അവിടെ നടക്കുന്ന രീതിയിലുള്ള ഡിസ്കഷൻ ആർഗ്യുമെന്റ് ജനങ്ങൾ പത്രക്കാരെ എടുത്തിട്ട് പത്രക്കാർ വാർത്തയാക്കുന്നുള്ള അപ്പുറം ഒരു വൃത്തിയായിട്ട് പത്രസമ്മേളനം നടത്തുന്നില്ല. ആരും നടത്തുന്നില്ല. ഞാൻ പറഞ്ഞത് അത് ദേവസ്വം ഞാൻ പറയുന്നത് എന്താണ് അവിടുത്തെ റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. റിയാലിറ്റി ഇത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറയുന്നത് എന്താണ്? നമ്മൾ ആകാശത്ത് നിന്ന് സംവിധാനം ഉണ്ടാക്കിയിട്ട് 5,000 കുറച്ചോളൂ, ബാക്കി 30,000 ആൾക്കാരല്ല 50,000 ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണ്ടേ? പക്ഷെ ഇതിൻ്റെ ഒറ്റ കാര്യമുള്ളത് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അത് ഈ പെരുമാറ്റച്ചട്ടം വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെയുണ്ട്? നമ്മൾ സർക്കാരിനെ കുറ്റം ഞാൻ ഇതിന് രണ്ടായിട്ട് കാണുന്നത്. നിങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുടെ ഈ അധികമായ ആൾക്കാർ ശബരിയിലേക്ക് വരുന്നത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കുന്നത് BJP തമ്മിലുള്ള പ്രശ്നം. ഉദ്യോഗസ്ഥർ നിസ്സഹരിക്കുന്നു പറഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ്? അവര് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ അവരുടെ ജോലി റിസ്കിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്താ ഉദാഹരണം അറിയോ? ഒരു രാഷ്ട്രീയ ഒരു മന്ത്രി തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇത് പാസ്സാക്കി നടപ്പിലാക്കിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കലേ നിർവൃത്തിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു ദേവസ്വം പ്രസിഡന്റ് തീരുമാനിക്കുകയാണ് നിങ്ങൾ നടപ്പിലാക്കിക്കോളാൻ പറഞ്ഞാൽ അത് നടപ്പിലാക്കിയ നിവൃത്തി. അല്ല, ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ, കംപ്ലീറ്റ് ചെയ്യുന്ന പറയില്ലേ? അപ്പം അങ്ങനെ പറഞ്ഞ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ നിങ്ങൾ പിടിച്ച് ജയിലിലിടാൻ തുടങ്ങിയാൽ പിന്നെ കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടാവില്ല എന്ന്. ശരി, സ്വർണ്ണക്കൊള്ളയുടെ വിഷയം വരുമ്പോൾ, സ്വർണ്ണക്കൊള്ള വിവാദം വരുമ്പോൾ സർക്കാർ ആ ഭാഗത്തേക്ക് ഇല്ല, അത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ ദർശനത്തിന് വിഷയം വരുമ്പോൾ സർക്കാരാണ് അവസാനമാക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല എന്ന്. ഇപ്പൊ ശബരിമല ഞാൻ കുറച്ച് ആൾക്കാരോട് ഇപ്പൊ ശബരിമലയിൽ സംസാരിച്ചു. ഞാൻ ഈ ബിറ്റേഴ്സ് കയറുന്നതിന് വേണ്ടി ശാലിച്ചു, ഞങ്ങൾ എന്തിനാ സാറേ ആ റിസ്ക് എടുക്കുന്നത് ചോദിക്കുന്നത്? ഞങ്ങൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? 1 ലക്ഷം ആൾക്കാരോ 2 ലക്ഷം ആൾക്കാരോ 3 ലക്ഷം ആൾക്കാരോ വന്നോട്ടെ,
വന്നോട്ടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റിയ ആൾക്കാർ അവിടെ വേണം. അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റിയ ആൾക്കാരെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണല്ലോ. അദ്ദേഹം ഇപ്പോൾ 2 ദിവസം കൊണ്ട് അവിടെ ചെന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കഴിവുകൊണ്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. മനസ്സിലായോ? കേരളത്തിൽ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കിയിരുന്ന ആളാണ്. ഒരു കാര്യം പറഞ്ഞാൽ അപ്പം മനസ്സിലാവുന്ന ആളാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ശബരിമലയിൽ താഴെ കയറി ഇറങ്ങാനുള്ള സമയമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? അതെങ്ങനെ കൊടുക്കണമല്ലോ. തലേ ദിവസം രാവിലെ ഇദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരത്തിന് കയറി ഇറങ്ങി കൊടുക്കാനുള്ള സമയം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് രാഷ്ട്രീയ സംവിധാനത്തെ മാറ്റി നിർത്തി ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഞാൻ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യം, എന്താണ് ആഗോള അയ്യപ്പ സംഘമെങ്കിൽ ഇപ്പം മനസ്സിലായല്ലോ ആൾക്കാർക്ക്. എന്താണെന്നറിയോ? അവിടുത്തെ ശബരിമലേൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് എത്ര കാലമായി പറയുന്നേ. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിന് കുറ്റമായിരുന്നു. അയ്യോ, അങ്ങനെ ഒരു സാധനം നടത്തില്ലേ? ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നേരത്തെ ഉണ്ട്. എവിടെ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ എത്ര കാലമായി? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രം. മാസ്റ്റർ പ്ലാൻ വേണോ? വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ മാസ്റ്റർ പ്ലാൻ വേണോ? വെള്ളം കൊടുക്കാൻ മാസ്റ്റർ പ്ലാൻ പറയാൻ എളുപ്പമാണ്, വായും കൊണ്ട് പറയാൻ എളുപ്പമാണ്. 2 ലക്ഷം ഏത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രത്തേക്ക് 2 ലക്ഷം ആൾക്കാർ വരുമ്പോഴത്തേക്ക് തിങ്ങി നിറഞ്ഞ് ബ്ലോക്ക് ആവുന്ന സ്ഥലത്തെക്കുറിച്ചല്ല പറയേണ്ടത്. നിങ്ങൾക്ക് കോട്ടയം മുതൽ, നിങ്ങൾക്ക് എരുമേലി മുതൽ, നിങ്ങൾക്ക് പമ്പ മുതൽ അവിടത്തേക്ക് വലിയ പ്ലാൻ ഉണ്ടാക്കണം. അവിടെ നിങ്ങൾക്ക് റോഡ് ഉണ്ടാക്കണം, അവിടെ പാലം ഉണ്ടാക്കണം, അവിടെ പിന്നെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കണം. അവിടേക്ക് ആൾക്കാർ ഒരു അപകടം ഉണ്ടായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 10, 80,000, 1 ലക്ഷം ആൾക്കാരുടെ അകത്ത് ഒരാൾ കുഴഞ്ഞു വീണാൽ എങ്ങനെ അവിടെ ഇവാക്യുവേറ്റ് ചെയ്യും? എന്ത് പ്ലാനാണ് നമ്മുടെ കയ്യിലുള്ളത്? ഇതിനാണ് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. മാസ്റ്റർ പ്ലാനെ കുറിച്ച് 9 വർഷം കഴിഞ്ഞിട്ടാണ്. 55 വർഷമായിട്ട് ഒരു സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാർ ആലോചിച്ചു. മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കി ഒരു മാസം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അല്ല അവിടെ പോയി അന്ന് പ്രശ്നങ്ങളില്ലാന്നേ. ഉമ്മൻചാണ്ടി അവിടെ പോയി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അങ്ങനെയാണ് മണ്ഡലത്തിൽ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഇടപെടാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ദേവസ്വം മന്ത്രിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്താ പ്രശ്നം? എന്ത് പറ്റാ? പെരുമാറ്റച്ചട്ടം നിൽക്കല്ലേ? പെരുമാറ്റച്ചട്ടം കൊണ്ടാണ് ഈ മുഴുവൻ പ്രശ്നം. പ്രശ്നമാണെന്നേ. നമ്മൾ ക്ലാരിറ്റി ഞാൻ ഇതിനെ രാഷ്ട്രീയമായി കാണാനേ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയമായി കാണാൻ ഉദ്ദേശിക്കാത്ത കാര്യം എന്താ അറിയോ? നിങ്ങൾ ഇപ്പൊ അവിടുത്തെ പ്രശ്നം എന്താ? ജനങ്ങൾ ചവിട്ടുകൊണ്ട് ചാകണോ? അല്ലെങ്കിൽ അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടാവണോ? അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറയുന്നത്. 50,000 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ സമയം 80,000, 1 ലക്ഷത്തി ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലത്ത് 2 ലക്ഷം ആൾക്കാർ വരികയാണ്. 10,000 പേരെ സ്പോട്ട് ബുക്കിങ്ങിൽ തടഞ്ഞു നിർത്താൻ പറ്റിയ സ്ഥലത്ത് വരുന്നത് 40,000, 50,000 ആളാണ്. 1 ലക്ഷം ആൾക്കാരാണ് കൂടുതൽ. ഇത്ര ആൾക്കാരെ എങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റും? അതിനൊരു ചെറിയ പ്ലാൻ കൊണ്ട് സംഭവിക്കുമോ? അതിനാണ് ഇപ്പോഴാണത് ആവശ്യം. ഈ സമയത്ത് ഇപ്പോൾ ആവശ്യം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 2016 വന്നതുപോലെ അല്ലല്ലോ ജനങ്ങൾ ഇപ്പോൾ വരുന്നത്. 2016 60,000 ആൾ വന്നാൽ ഇന്ന് 2 ലക്ഷം ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ 2016 മാസ്റ്റർ പ്ലാൻ ഇന്ന് നടപ്പിലാക്കിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തിയോ പറയുകയാണ്, അയ്യോ അത് നടത്തരുത്, അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പറയണ്ടേ? ഞാനെന്താണ് പറയുന്നത്? എല്ലാം രാഷ്ട്രീയമായി കണ്ണടച്ച് ഇരുട്ടാക്കും. എല്ലാം എന്താണ് രാഷ്ട്രീയം ഇച്ഛാശക്തി. ഇപ്പം ഇന്ന് ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടല്ലോ, ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. എന്ത് തീരുമാനമാണ്? ദേവസ്വം മന്ത്രിക്ക് അതിനെക്കുറിച്ച് ഇടപെടാൻ കഴിയും. ഒരു ദേവസ്വം ബോർഡ് മന്ത്രി പ്രസിഡന്റിനടക്കം സർക്കാർ സംവിധാനങ്ങളിൽ ഇടപെടണമെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനം നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല എന്ന്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. ഇതിനൊരു ഏകോപനം വേണം. ഇതിനകത്ത് പോലീസ് ഇടപെടണം, ഇതിനകത്ത് MVD ഇടപെടണം, ഇതിന് മോട്ടോർ വാഹന വകുപ്പ് വേണം, ഇവിടുത്തെ ഫയർഫോഴ്സ് ഇടപെടണം. ഇതിനെയൊക്കെ ആര് കോടീകരിക്കും? ഫയർഫോഴ്സിൻ്റെ മേധാവിയോടെ നിൽക്കാൻ പോകുന്നില്ലല്ലോ. MVDൻ്റെ പിന്നെ മോട്ടോർ വകുപ്പിൻ്റെ കമ്മീഷണറോടെ പോയി നിൽക്കാൻ പോകുന്നുണ്ടോ? അവിടെ ഫയർഫോഴ്സിൻ്റെ DGP അവിടെ പോയി നിൽക്കാൻ പോകുന്നുണ്ടോ? ഒന്നും പോകുന്നില്ലല്ലോ. ഇതിന് ആരെങ്കിലും ഒരു ക്രോഡീകരിക്കണ്ടേ? ആ ക്രോഡീകരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനം എടുത്താൽ തന്നെ അവരെന്താ പറയുക, ഞങ്ങൾക്ക് നോട്ടീസ് വരട്ടെന്ന് പറയും. അവിടെ വെയിറ്റ് ചെയ്യും. കാരണം എന്താ? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെക്കാളും വല്ല പോസ്റ്റിലിരിക്കുന്ന ആളാണ് അപ്പുറം DGP. അദ്ദേഹത്തോട് പറയാൻ 2 ആഴ്ച മുമ്പ് ശബരിമലയിൽ ഇത് സംബന്ധിച്ച കോർഡിനേഷൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നാണെന്നുള്ള കാര്യം ശബരിമലയിൽ ഈ മാസ്റ്റർ പ്ലാനോ അതിന്റെ യാതൊരു വിഷയങ്ങളോ അല്ല. ശബരിമലയിൽ ഇന്നത്തെ പ്രശ്നം എന്താ? ശബരിമലയിൽ താഴെ നാള് കയറി വരുന്ന 16-ാം തീയതി ആള് കയറി തുടങ്ങുമ്പോൾ ഇടപെടാൻ കഴിയില്ല. സർക്കാർ ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് സർക്കാർ
എന്നിട്ടാണോ പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് മാറ്റിയത്? എന്നിട്ടാണോ ഇപ്പൊ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പൈസ കൊടുത്തത്? എന്നിട്ടാണോ 200 പേരെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ആളെ വെച്ചത്? മന്ത്രി ഇടപെട്ടില്ല. അതാണ് പറയണേ. ഈ മണ്ഡലകാലം തുടങ്ങിയത് എന്താ? 16-ാം തീയതി അല്ല, ഈ 16-ാം തീയതി അല്ല മണ്ഡലകാലം തുടങ്ങിയത്. മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷമുള്ള തിരക്ക് അറിഞ്ഞത്. തിരക്കറിയുമ്പോൾ അപ്പോഴല്ലേ ഇടപെടുന്നത്? അല്ലാതെ ഒരാഴ്ച മുന്നേ കയറിയിട്ട് മുഖ്യമന്ത്രി യോഗം ചേർന്ന് പറയാൻ പറ്റില്ല. അപ്പം മനസ്സിലായി ഇടപെടാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ട് പറയുന്നത് ഏതാണ് ഈ പറഞ്ഞ ദേവസ്വം മന്ത്രിക്ക് ഈ ഈ തിരക്ക് കൂടിയോണ്ടാണോ MVD-മാർക്കുള്ള വണ്ടിയുടെ ഡീസൽ പൈസ കൊടുക്കുന്നത്? തിരക്ക് കൂടിയാലേ കൊടുക്കുള്ളൂ. എങ്ങനെ? വണ്ടിയുടെ ഡീസലിനുള്ള പണമേ തിരക്ക് കൂടിയാലേ കൊടുക്കും. അതാണ് ഞാൻ പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ നിലപാടെടുക്കുന്നില്ല, റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇന്ന് ജയകുമാർ പറഞ്ഞ എന്താണ്? ഇന്ന് ജയകുമാർ പറഞ്ഞു അതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഈ സംവിധാനം എന്ന് പറയുന്നത് എന്താ? ഈ ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് സൈൻ ചെയ്ത് ട്രഷറി കൊടുത്ത് പൈസ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തപോലെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനും പറ്റില്ലല്ലോ. അതിന് പ്രൊസീജിയർ സമയമുണ്ട്. നിങ്ങൾ ഇന്ന് രാവിലെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ സംവിധാനം നമ്മൾ ഒരാഴ്ച അതാണ് ഞാൻ പറയുന്നത്. ഇതിനിപ്പോ വണ്ടികൾക്കൊന്നും പൈസ അതിന്റെ പ്രശ്നം ഇപ്പൊ ഉണ്ട്. അതാണ് അതിന് കാരണം ഇലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുത്ത പ്രശ്നം അവസാനിച്ചേനെ. ഇന്നത് കൊടുത്തിട്ടുണ്ട്. ശബരിമലയിൽ നാളെ തുടങ്ങി മാറ്റം ഉണ്ടാവും. അപ്പൊ ശരി, മറ്റന്നാള് ഇലക്ഷൻ കമ്മീഷനാണോ മറുപടി കൊടുക്കേണ്ടത്? അല്ല ഈ പറഞ്ഞ ഇന്ന് ഹൈക്കോടതി എടുത്ത പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പോൾ ലൈവായിട്ട് ഇപ്പൊ ഇന്ന് ഹൈക്കോടതി സംസാരിച്ചത് എന്തല്ല? ഈ പറഞ്ഞ പിന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ശബരിമലയിലെ ഒരു മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണെന്ന് ചർച്ച നടത്തിയത്. അതിനുള്ള മറുപടി മറ്റന്നാൾ കൊടുക്കും. Meet the editors.